ഓക്കെ, അപ്പോൾ പുഷ്പവൃഷ്ടി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇക്ബാൽ ഇവിടെയുണ്ട്. ഇക്ബാൽ, എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. നമ്മൾ ആ ഒരു സുരക്ഷ കൂടുതൽ കർശനമാക്കുന്നതിന് മുൻപാണ് ഈ സ്ഥാനാർത്ഥികളിലേക്കൊക്കെ പോയത്. 3 സ്ഥാനാർത്ഥികൾ, അതായത് മലപ്പുറം, പൊന്നാനി, പാലക്കാട്, മൂന്നിടത്തെയും സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് റോഡ് ഷോയ്ക്ക് എത്തുകയാണ്. അതെ, അതായത് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം 9:30 പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടും. 10:15 മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുക. അതായത് നമ്മുടെ റോഡ് ഷോ അവസാനിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുക. അതെ, നമ്മുടെ 10 മണിക്ക് അവസാനിക്കും. 10:30 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക. ഈ കാണുന്ന ഈ 5 വിളക്ക് പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 900 മീറ്റർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെ 900 മീറ്ററാണ് റോഡ് ഷോ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡും 3 ദിവസം മുമ്പ് തന്നെ ഈ ബാരിക്കേഡെല്ലാം സ്ഥാപിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ബാനറുകളൊക്കെ റെഡിയാണ്. ഉഷാറാണോ? തയ്യാറാണോ? തയ്യാറാണ്. എങ്ങനെയുണ്ടായിരിക്കും ഇത്തവണ? നമ്മുടെ വീഡിയോ എടുക്കാണ്. ചേട്ടാ, വീഡിയോ എടുക്കുന്ന ചേട്ടാ പറയൂ. ഉഷാറാണ്. നരേന്ദ്രമോദിക്ക് വന്നാ മതി. എല്ലാം സെറ്റാണോ? സെറ്റാണ്. അപ്പോൾ പ്ലക്കാർഡുകൾ, പല ആളുകളും പുലർച്ചെ മുതൽ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നവരാണ്. ബി.ജെ.പിയും അതുപോലെ നേരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പറഞ്ഞ പോലെ 1,00,000 ആളുകൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് 900 മീറ്ററാണ് ഈ ബി.ജെ.പി കണക്ക് കൂട്ടുന്ന 1,00,000 ആളുകൾ നിൽക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി. ഇവർ പുഷ്പവൃഷ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നടത്തും. അതിനുള്ള സൗകര്യങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണം. എവിടുന്ന? പാലക്കാടാണോ? പാലക്കാടാണ്. പ്രധാനമന്ത്രി കാണാനായിട്ട് എപ്പോ എത്തി ഇവിടെ? 7 മണിക്ക് എത്തി. കാലത്ത് 7 മണിക്ക് എത്തി. ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി കാണുന്നത്? അതെ, പാലക്കാട് ജില്ലയിൽ ഞാൻ ആദ്യമായിട്ടാണ്. പാലക്കാട് ആദ്യമായിട്ടാണ് കാണുന്നത്. നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ഇപ്രാവശ്യം നേരത്തെ കാലത്ത് വന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച്. ചേട്ടന്റെ പേരെന്നാ? എൻ്റെ പേര് അച്യുതൻ. അച്യുതൻ ചേട്ടൻ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നത്. കാണാനായിട്ട് വന്നതാണ്. ഹലോ, എല്ലാം ഉഷാർ. എല്ലാം ഉഷാറാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇരുഭാഗങ്ങളിലുമായി ആളുകൾ നിൽക്കുകയാണ്. ആദ്യമായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ കാണുന്നതിനായി, പ്രധാനമന്ത്രിയെ കാണുന്നതിനായി അതിൻ്റെ കൗതുകവുമായി നിൽക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനം അല്ലെങ്കിൽ ഒരു പ്രചാരണ റോഡ് ഷോ അത് നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകാനായി വന്നു നിൽക്കുന്ന പ്രവർത്തകരുണ്ട്. താഴെത്തട്ട് മുതലുള്ള പ്രവർത്തകരെ കൃത്യമായി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് പാലക്കാട്ട് നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് കാണുന്നത്. രാവിലെ മുതൽ കാത്തു നിൽക്കാണോ? എവിടുന്നാ വന്നത്? ഞങ്ങൾ പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ്. ഞങ്ങൾ പുതുശ്ശേരി മണ്ഡലമാണ്. ഇത് മൂന്നും പുതുശ്ശേരിയാണ്. അപ്പോ പുതുശ്ശേരി എങ്ങനെയാ ഇത്തവണ ഒന്നിച്ചിങ്ങി പോരുമോ? പോരും. ഇക്കുറി വിജയത്തിലേക്ക് എത്തുമോ സി കെ? തീർച്ചയായിട്ടും സി കെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവർ നിൽക്കുന്നത്. കഴിഞ്ഞ തവണയും മണ്ഡലത്തിൽ സജീവമായിരുന്നു. വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ വോട്ട് ഉയർത്തി. ഇത്തവണ വിജയിക്കുമോ? തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ NDA ക്യാമ്പിനെ കൂടുതൽ ഉണർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കൊണ്ട് കഴിയും എന്നാണ് കരുതുന്നത്. ഇത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സർക്കാർ ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രി പാലക്കാട്, അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തുള്ള വാർത്തകളൊക്കെ കുറെ ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലേ? തുടർച്ചയായി. കാരണം നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വീൽ ചെയർ ഉൾപ്പെടെ കിട്ടിയത്. വീൽ ചെയർ ഉണ്ടായിരുന്നില്ല, സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, രോഗികളെ. അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ഒരു വീൽ ചെയർ ഉരുണ്ടു വന്നത് നമ്മുടെ റിപ്പോർട്ടറിലൂടെയാണ്. 10 വീൽ ചെയറുകൾ വാർത്തയ്ക്ക് ശേഷം 10 വീൽ ചെയറുകളാണ് പാലക്കാട് താങ്ങും തണലും എന്ന സംഘടന പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തത്. ഇടപെടലാകണം വാർത്ത. നമ്മുടെ ഇക്ബാലിന്റെ ഇടപെടലിലൂടെ 10 വീൽ ചെയറാണ് ഈ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നത്. ഓരോ ഇടങ്ങളിലും നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെറുതെ റിപ്പോർട്ട് ചെയ്ത് പോവുകയല്ല, റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ് നമ്മൾ ഇടപെടുകയാണ് അല്ലേ ഇക്ബാൽ? അതെ, തീർച്ചയായും. അതുകൊണ്ട്